പ്രതിപക്ഷത്തിനും വോട്ട് ചെയ്യുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തോടെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അപ്പോൾ അതിന് 100% തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹാജരാക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് ഉണ്ടെങ്കിലും സമ്മതിക്കുകയില്ലല്ലോ, BJP സമ്മതിക്കുകയില്ലല്ലോ. അപ്പോൾ ആരാണ് വരേണ്ടത്? രാഹുൽ ഗാന്ധിയാണ്. കാരണം ഇത് നിസ്സാരമല്ല. പ്രത്യേകിച്ച് 70 പേര് പോയാൽ ഈ മന്ത്രിസഭ താഴെ 18 പേരെ ഒറ്റ മണ്ഡലത്തിൽ മാത്രം തെരഞ്ഞെടുത്തവരെ പോയാൽ മതി. അപ്പൊ 70 പേരുടെ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറുപടി തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കേണ്ടതാണ്. ശ്രീ MS അല്ല, അദ്ദേഹത്തോട് ഒന്ന് വഴങ്ങാൻ പറയും. അദ്ദേഹത്തിന് സർക്കാസം പറയാം, എനിക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചാടിക്കടിക്കരുത്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഈ രാജ്യത്ത് നടപ്പിലാകില്ല. അങ്ങ് BJP-കാരനായിട്ടാണ് പറയുന്നതെങ്കിൽ ജനം അത് പൊട്ടത്തരമാണെന്ന് വിശ്വസിക്കും. പക്ഷെ അങ്ങ് രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു പറയുമ്പോൾ ഇനി അത് ശരിയാണോ എന്ന് ജനം ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ 70 പേരൊന്നും പോകണ്ട ശ്രീ MS വേണുഗോപാൽ. 7 പേര് പോയാൽ മതി. 7 പേര് പോയ ഈ സർക്കാർ താഴെ വീഴും. വിഷയത്തിലേക്ക് വരാം അല്ലെ വസന്ത, വിഷയത്തിലേക്ക് വരാം. ഇതിൽ ഫുൾ പ്രൂഫ് തെളിവ് അങ്ങനെയാണല്ലോ പറയുന്നത്. 101% തെളിവുണ്ടെന്നാണല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഹാജരാക്കേണ്ടതാണ്. കാരണം വേറെ ആരും ഈ തെളിവുമായിട്ട് വരില്ല. അല്ലല്ലോ, രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ അടക്കം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഇത്ര വിശദമായി സ്ലൈഡ് ഷോകളും പ്രസന്റേഷനുകളും ഒക്കെ ഉപയോഗിച്ച് ഒരു വിഷയം ഇതിനു മുമ്പ് അവതരിപ്പിച്ചത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലില്ല. അത്രമാത്രം ആധികാരികമായി, അത്രമാത്രം സിസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ വിഷയത്തെ വോട്ട് ചോരി ആരോപണത്തെ ശ്രീ രാഹുൽ ഗാന്ധി ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആ വിഷയത്തിലെ തെളിവുകൾ എത്ര ഘട്ടമായാണ് പുറത്തുവിടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഐഡിയ ഉണ്ട്. അതാണ് നടപ്പിലാവുന്നത്. നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ വിട്ട തെളിവുകൾ മതി ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് സ്വമേധയോ കേസെടുത്ത് അന്വേഷിക്കാൻ. ഇനി എന്തുകൊണ്ടാണ് എടുത്തുചാടി ഞങ്ങൾ കോടതിയെ സമീപിക്കാത്തത്? ഇത് ആദ്യം തൊട്ടേ ഞങ്ങൾ കേൾക്കുന്ന ആരോപണമാണ്. അതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ അങ്ങനെ ആദ്യമേ തന്നെ കോടതിയെ സമീപിച്ചാൽ നിങ്ങളുടെ ഗ്യാനേഷ് ഉണ്ടല്ലോ, ഗ്യാനേഷ് ഇലക്ഷൻ കമ്മീഷന്റെ കമ്മീഷണർ, അദ്ദേഹത്തിന് വന്ന് മാധ്യമങ്ങളോട് തടി തപ്പാൻ പറ്റും. ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. സോ നോ കമന്റ്സ് ഓൺ ദാറ്റ് സബ്ജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാൻ പറ്റും. ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഈ വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഓരോ തെളിവുകൾ, ആദ്യം ഞങ്ങൾ വോട്ട് അഡീഷനുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടു. അതിൽ മോദി മീഡിയയെ പോലും നേരിട്ട് പോയി, ഇന്ത്യ ടുഡേ അടക്കം, റിപ്പബ്ലിക് TV അടക്കം ശ്രീ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച വീട്ടിൽ നേരിട്ട് പോയി. അവിടെ 2 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റൂ എന്ന് ന്യൂസ് 18 നാഷണൽ ചാനൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 80 പേർ വോട്ട് ചെയ്തു, പോള് ചെയ്തു എന്ന് പറയുന്ന വീട്ടിൽ 2 പേർക്ക് തിങ്ങി മാത്രമാണ് താമസിക്കാൻ പറ്റുക എന്ന് ന്യൂസ് 18 അടക്കം ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഞങ്ങൾ വോട്ട് അഡീഷന് ശേഷം വോട്ട് ഡിലീറ്റ് ചെയ്യുക, വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് പോകുന്നത്. അപ്പോൾ ശ്രീ മഞ്ജുഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ എങ്ങനെ സ്പോട്ട് ഔട്ട് ചെയ്യും? ശ്രീ മഞ്ജുഷ്, കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെയല്ല, ഒരു വോട്ടിംഗ് ട്രെൻഡ് ഉണ്ട്, ഒരു വോട്ടിംഗ് കൾച്ചർ ഉണ്ട്. അത് എത്രയോ കാലത്തെ സീനിയോറിറ്റി മാധ്യമ പ്രവർത്തന രംഗത്തും ഈ ഇലക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങേക്ക് അറിയാത്തതല്ല. നോക്കൂ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ, ആ വോട്ടുകളെ ഇവർ ആദ്യം സ്പോട്ട് ഔട്ട് ചെയ്യുന്നു. ആദിവാസി വോട്ടുകളെ സ്പോട്ട് ഔട്ട് ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങളുടെ വോട്ടുകളെ തരംതിരിക്കുന്നു. അങ്ങനെ BJPക്ക് 30% താഴെ മാത്രം ലഭിക്കാൻ സാധ്യത ഉള്ള വോട്ടുകൾ അത് സ്പോട്ട് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലിസ്റ്റ് ചെയ്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നു. നോക്കൂ, പുലർച്ചെ 4 മണിക്ക് 10 മിനിറ്റിനുള്ളിൽ 12 പേരുടെ വോട്ടാണ് ഡിലീറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പോയത്. ഇപ്പോ ഇലക്ഷൻ കമ്മീഷനും ഇതിനുശേഷം സംസാരിക്കാൻ പോകുന്ന BJP പ്രതിനിധിയും പറയാൻ പോകുന്നത്, ഈ വിഷയത്തിൽ അന്വേഷണം നടന്നതാണല്ലോ. ആരാ അന്വേഷിച്ചത്? ഈ വിഷയത്തിൽ 2023 ആദ്യമായി കർണാടകയിൽ FIR ഇടുന്നത് കർണാടക സർക്കാരാണ്. ആ FIR ഇട്ട കേസ് പിന്നീട് ഞങ്ങൾ കർണാടക CID കൈമാറി. ആ CID നേരിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. 2024 ജനുവരി മാസം 28-ാം തീയതി രേഖാമൂലം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്, ആയതുമായി ബന്ധപ്പെട്ട് ചില ഡേറ്റുകൾ ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. 1.5 വർഷം കഴിയുന്നു, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടില്ല, വ്യക്തത വരുത്തിയിട്ടില്ല. ഇനി കർണാടക CID അത് അല്ലെങ്കിൽ കർണാടക പോലീസ്, കോൺഗ്രസ് ഭരിക്കുന്ന പോലീസാണല്ലോ എന്ന് വെച്ച് നിങ്ങൾ മാറ്റി നിർത്തിയെന്നിരിക്കട്ടെ, കർണാടകയിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, ആ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. വിവരാവകാശ നിയമത്തിന്റെ പരിധി ഉപയോഗിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. എന്നിട്ടും നിങ്ങൾ കൊടുത്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി നൽകിയിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും പറയുന്നത് അതേക്കുറിച്ചുള്ള അന്വേഷണം നടന്നു എന്നാണ്. പക്ഷെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകാവുന്ന ഒരു വിഷയമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞാൻ ഒരു കാര്യം